നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മാനവികതയുടെ മഹത്വം മനുഷ്യനാവുക എന്നതല്ല, മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. എവിടെ നീതി പുലരുന്നുവോ അവിടെ മനുഷ്യത്വം ഉടലെടുക്കുകയും മാനവികത ശക്തിപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരോട് മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളോടും സ്നേഹത്തോടും സൗമ്യതയോടും നീതിയോടും കൂടി പെരുമാറുകയും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരോടും മനുഷ്യത്വം കാട്ടുകയും ചെയ്ത മാനവികതയുടെ പ്രവാചകനാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 21ാം മെത്രാപ്പോലീത്തായും 8ാമത് കാതോലിക്കയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. സർവ്വയിടങ്ങളിലും മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടെ ദൈവികതയിലൂന്നിയ മാനവികത എന്ന ചിന്ത ഏറെ ചിന്തനീയമാണ്. സ്നേഹവും കരുണയും നന്മയും മുഖമുദ്രയാക്കിയവൻ, വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പിയവൻ, ഭാരം വഹിക്കുന്നവർക്ക് താങ്ങായവൻ. അതെ, ദൈവികമായ മാനവികത ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച വിശുദ്ധനായിരുന്നു പരിശുദ്ധ ബാവ. തികഞ്ഞ ദൈവാശ്രയബോധവും ഹൃദയവിശുദ്ധിയും കൊണ്ട് ജീവിതത്തിലെ പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങളെ പരിശുദ്ധ ബാവ സധൈര്യം നേരിട്ടു. പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളിൽ മതസൗഹാർദ്ദവും മാനവിക ഐക്യവും നിലനിർത്തുന്നതിൽ പരിശുദ്ധ ബാവ എന്നും ശ്രമിച്ചിരുന്നു. മറ്റുള്ളവർ വാക്കുകളാലും പ്രവൃത്തികളാലും പരിശുദ്ധ സഭയെ വേദനിപ്പിക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പരിശുദ്ധ പിതാവ് പഠിപ്പിച്ചു. ഞാൻ എനിക്കുള്ളതല്ല, മറ്റൊരാൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വിശാലഭാവത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയായി തീരുന്നത് എന്ന പിതാവിന്റെ വീക്ഷണം ഉദാത്തമായ ക്രൈസ്തവ സ്നേഹത്തിന്റെ മാതൃകയാണ്. ഇതര സഭകളുമായും മതങ്ങളുമായും ബന്ധം ഊട്ടിയുറപ്പിച്ച് എക്യൂമെനിക്കൽ ദർശനം സാക്ഷാത്കരിച്ചു. ചെറിയ കൈത്താവ് നൽകുമ്പോൾ പോലും അത് നവമാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കുന്ന ആത്മീയരുടെ ഇടയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ആരും അറിയരുതെന്ന നിർബന്ധം ഉണ്ടായിരുന്നു. ക്രിസ്തു കാട്ടിത്തന്ന മാതൃകയും ഇതായിരുന്നു. വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. മനുഷ്യ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പിതാവ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനായി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തു. രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എന്നും പരിഗണന നൽകിയിരുന്നു. ചികിത്സാ ഭവന വിവാഹ സഹായ പദ്ധതികളിലൂടെ ആലംബഹീനരുടെ വേദനയിൽ ചേർന്ന് നിൽക്കുന്നതാകണം സഭ എന്ന കാഴ്ചപ്പാടിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. സഭാമക്കളോട് മാത്രമല്ല, സമൂഹത്തോടും ഈ പ്രതിബദ്ധതയുടെ പ്രവാചകന് കടപ്പാടേറെയായിരുന്നു. ജാതി മത ഭേദമന്യേ 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് 70 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുന്ന ഐക്യൻ ചാരിറ്റി പ്രൊജക്ട്, വിധവമാരുടെ സംരക്ഷണത്തിനായി പ്രതിമാസ പെൻഷൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി നവജ്യോതിയിലൂടെ ചെറുകിട പദ്ധതികൾ, കർഷകർക്കായി കർഷക അവാർഡ്, കൃഷി പദ്ധതി, വൈദിക കുടുംബങ്ങൾക്കായി ഇൻഷുറൻസ്, ഇങ്ങനെ എന്തെല്ലാം. കോവിഡ് ബാധിച്ചപ്പോൾ സഭാമക്കൾ പീഡകങ്ങളിൽ ഒതുങ്ങിയപ്പോൾ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി: നിത്യജീവനും ആത്മരക്ഷയ്ക്കും വേണ്ടി ഉദ്ബോധിപ്പിക്കുക മാത്രമല്ല, ജീവൻ രക്ഷിക്കുന്നതിനും സഭ തയ്യാറാകണം. സഭ അവരന്റെ ജീവന് കാവലും കരുതലുമാകണമെന്ന പരിശുദ്ധ പിതാവിന്റെ ദർശനം ഇവിടെ വ്യക്തമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് ഏർപ്പെടുത്തിയ സഹായ പദ്ധതി, 2018-ൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ പരിശുദ്ധ പിതാവിന്റെ ഇടപെടൽ, കോഴിക്കോട്ട് സെറിബ്രൽ പാൾസി ബാധിച്ച അനുഗ്രഹിന്റെയും സഹപാഠി വിസ്മയുടെയും ജീവിതത്തിൽ പരിശുദ്ധ പിതാവ് കാട്ടിയ കരുണ, കൊല്ലത്ത് മകൻ നഷ്ടപ്പെട്ട ബധിരരും മൂകരുമായ മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കൽ, നല്ല ശമരിയാക്കാരനെ പോലെ മുറിവേറ്റവർക്കുമേൽ ഒരു കുളിർ തൈലമായി സ്വയം പുരണ്ട ദിവ്യ ഔഷധം, അതായിരുന്നു പരിശുദ്ധ പിതാവ്. ജാതി മത ഭേദമന്യേ രോഗികളായി ദുരിതമനുഭവിക്കുന്നവരോട് കരുണ കാട്ടിയ പരിശുദ്ധ പിതാവ് അവർക്കായി സ്നേഹസ്പർശം ക്യാൻസർ കെയർ പ്രൊജക്ട്, സഹായഹസ്തം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊജക്ട് എന്നിവ പരുമലയിൽ ആരംഭിച്ച് ദൈവിക സ്നേഹം പകർന്നു. യുവസമൂഹം ലഹരി മുക്തമാവണമെന്ന് ആഗ്രഹിച്ച പരിശുദ്ധ പിതാവ് അവർക്കായി യൂറ്റേൺ പ്രൊജക്റ്റും, ഇളം തലമുറയെ നേർവഴിക്ക് നയിക്കുവാനായി മാതാപിതാക്കളെയും രക്ഷകർത്താക്കളെയും ബോധവൽക്കരിച്ചുകൊണ്ട് പതിരാവരുത് ഈ കതിരുകൾ എന്ന പദ്ധതിയും ആവിഷ്കരിച്ചു. ഇന്ന് നാം ഭൂമിയെ കരുതിയാൽ ഭൂമി നമ്മയെ കരുതുമെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് പരിസ്ഥിതി സൗഹാർദ്ദ സഭ എന്ന കാഴ്ചപ്പാടുയർത്തി. ഇങ്ങനെ സമസ്ത ഇടങ്ങളിലും അനുഗ്രഹ മഴയായി ഈ കാരുണ്യത്തിന്റെ മാലാഖ പെയ്തിറങ്ങുകയായിരുന്നു. പ്രിയമുള്ളവരെ, അവഹേളനങ്ങളും പീഡകളും ജീവിതത്തിലുടനീളം സഹിച്ച് അവരന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ഈ ദൈവികമായ മനുഷ്യത്വം ഇനി ആരിലുണ്ടാകും? സത്യത്തിന്റെയും നീതിയുടെയും നന്മ പറ്റാത്ത കാവലാളുകൾ ഇനിയും വളർന്നു വരണം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും മഹായുടെയും പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ എന്ന പടർന്നു പന്തലിച്ച തണൽ വൃക്ഷത്തിന് കീഴെ ഇനിയും നമുക്ക്
നമുക്ക് അഭയം തേടാം. പ്രാർത്ഥനയോടെ കാലത്തിനൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ആത്മീയ വ്യക്തിത്വങ്ങളിൽ അദ്വിതീയനായ ആ വ്യക്തി പ്രഭാവത്തിന് മുന്നിൽ പ്രണാമം. നന്ദി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, പൗരസ്ത്യ ക്രൈസ്തവ സന്യാസ പാരമ്പര്യവും ക്രൈസ്തവ ആധ്യാത്മികാനുഭവവും കോർത്തിണക്കി പൗരോഹിത്യ ശ്രേണിയുടെ അത്യുന്നത തലത്തിൽ എത്തിച്ചേർന്ന മലങ്കരയുടെ 8ാമത് കാതോലിക്ക മോറന്മാർ ബസേലിയോസ് മാർത്തോമ പൗരോസ്തിയൻ താപശരീലൂന്നിയ ജീവിത ശൈലിയിലൂടെയും കൂദാശ അനുഷ്ഠാനങ്ങളിലൂടെയും ആർജിച്ചെടുത്ത ദിവ്യശോഭയിലൂടെ ദൈവീകരണം നേടിയെടുത്ത പുണ്യപിതാവ്. ആ പരിശുദ്ധന്റെ ഓർമ്മദിനം അനുസ്മരിക്കപ്പെടുന്ന ഈ വേളയിൽ ആ വന്യപിതാവിന്റെ ദൈവികതയിൽ ഊന്നിയ മാനവികത എന്ത് എന്നത് തികച്ചും മാതൃകാപരമായി ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. ബലഹീനനായ എന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തിൽ ഞാൻ എല്ലാം അർപ്പിക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അജഗണങ്ങളെ നയിക്കുവാൻ മൺകൂടാരമായ എന്നെ യോഗ്യനാക്കണമേ. പരുമല പള്ളിയിൽ വിശ്വാസ സഹസ്രങ്ങളെ സാക്ഷിയാക്കി കാതോലിക്ക സ്ഥാനാരോഹണത്തിന് ശേഷം പരിശുദ്ധ ബാവ പറഞ്ഞ വാക്കുകളാണിവ. എന്താണ് ദൈവീകരണം? ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിലൂടെയും ഇടപെടലുകളിലൂടെയും ദൈവികതയിലൂന്നിയ ജീവിതവും പരിശുദ്ധ പിതാവിന്റെ നിഷ്കളങ്കമായ സ്വഭാവവും സഭയുടെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകി. ക്ഷമയുടെയും മനക്കരുത്തിന്റെയും പ്രതിരൂപമായ അദ്ദേഹം തന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചു. ഒരു ആട്ടിൻകൂട്ടം, ഒരു ഇടയൻ എന്ന ആശയത്തിൽ വിശ്വസിച്ച് ദൈവത്തിലുള്ള ശരണവും വിശ്വാസവും വിളിച്ചോതുന്ന ജീവിത പാഠവുമായി മുന്നേറി. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഈ വേദവാക്യത്തിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട ജീവിതമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെത്. ദൈവികതയും മാനവികതയും ഒത്തിണങ്ങിയ വ്യക്തിത്വങ്ങൾ വിരളമായ ഈ ലോകത്ത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവേലയിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്റെ മനുഷ്യ സേവയും തുല്യ ത്രാസിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിച്ചു എന്നത് തന്നെയാണ് ആ പരിശുദ്ധ പിതാവിനെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ വ്യത്യാസമില്ലാതെ പരിചയപ്പെടുന്ന ഏവരെയും ചേർത്ത് നിർത്തുകയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് തന്റെ വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു. നല്ല ശമരിയാക്കാരന്റെ നിൽരൂപമായി വർത്തിച്ച് ദൈവികതയിലൂന്നിയ മാനവികത എന്ത് എന്ന് തെളിവാക്കി. ഇവിടെയാണ് ആ പരിശുദ്ധ പിതാവിന്റെ മാനവികത, അതായത് മനുഷ്യത്വം എന്ത് എന്ന് വെളിവാകുന്നത്. അനാഥരോടുള്ള പരിശുദ്ധ പിതാവിന്റെ സമീപനം എവരെയും അമ്പരപ്പിച്ചു. സെർബ്രൽ പാൾസി ബാധിച്ച് ചികിത്സയിലായിരുന്ന അനുഗ്രഹിന്റെയും സഹപാഠി ബിസ്മിയുടെയും അപൂർവ സൗഹൃദത്തിന്റെ കഥ മാധ്യമങ്ങളിൽ കൂടെ കേട്ടറിഞ്ഞ് അവർ ചെന്ന് കാണുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തത് ആ പരിശുദ്ധ പിതാവിന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം സഭയിലെ മാനവ ശാക്തീകരണ വിഭാഗവും ഐക്യൻ ചാരിറ്റീസും സംയുക്തമായി ജാതിമത ഭേദമന്യേ വർഷം തോറും 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന 70 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പരിശുദ്ധ പിതാവിന് വിദ്യാർത്ഥികളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും തെളിവാകുന്നു. കൊല്ലത്ത് ആശുപത്രിയുടെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ബധിരരും മുകിരുമായ മാതാപിതാക്കളുടെ ആജീവനാന്ത സംരക്ഷണത്തിനായി ഐക്യൻ ചാരിറ്റീസിന്റെ സഹകരണത്തോടെ ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയതും പിതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. പരുമലയിൽ സ്ഥാപിതമായ ക്യാൻസർ കെയർ സെന്ററും ക്യാൻസർ രോഗികളുടെ പരിപാലനത്തിനായി സൗജന്യ ചികിത്സാ പദ്ധതിയായ സ്നേഹസ്പർശവും ഡയാലിസിസ് ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പദ്ധതിയിലൂടെ നിരവധി വ്യക്തികൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. സഭയിലെ നിർധനരായ വിധവകൾക്ക് പ്രതിമാസ പെൻഷൻ നൽകുകയും കോവിഡ് ബാധിതരായി മരിച്ച വ്യക്തികളുടെ നിർധനരായ കുടുംബാംഗങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്തു. 2011-ൽ ഇടവകകളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നടപ്പിലാക്കിയതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിലും പങ്കുവഹിച്ചു. യൂടേൺ എന്ന പേരിൽ ലഹരിമുക്തി ചികിത്സയ്ക്കും പതിരാകരുതി കതിരുകൾ എന്ന പേരിൽ നല്ല പാരന്റിംഗ് നടത്തിയ ശ്രമങ്ങൾ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു.
ഇത്തരത്തിൽ അനവധിയായ പ്രവർത്തനങ്ങളിലൂടെ തന്റെ മാനവികതയെ വെളിപ്പെടുത്തിയ ആ പരിശുദ്ധ പിതാവ് 2021 ജൂലൈ 12 ക്യാൻസർ ബാധിതനായി കാലയവനികയ്ക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങി. ആ പരിശുദ്ധ പിതാവിന്റെ പാത നമുക്കും പിന്തുടരാൻ സാധിക്കട്ടെ. നമുക്ക് ആ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ വിധികർത്താക്കളെ, ഗുരുശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന ഏവർക്കും ഉദ്ധാനം ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച മലങ്കര സഭയുടെ പരമോന്നത പദവിയായ കാതോലിക്ക സിംഹാസനത്തിൽ സംഭവ ബഹുലമായ 11 വർഷക്കാലം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രതിഷേധ പ്രകടനങ്ങളെയും കാലിടറാതെ ദൈവാശ്രയത്തോടെ നേരിട്ട് സഭാ നൗകയെ സമാധാനത്തിന്റെ തുറമുഖത്തിലേക്ക് എത്തിച്ച പടനായകൻ, മലങ്കര സഭയുടെ 8ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ ദൈവീകതയിലൂന്നിയ മാനവികത എന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പഴഞ്ഞി മങ്ങാട് കൊള്ളന്നൂർ എന്ന സാധാരണ കർഷക കുടുംബത്തിൽ KI അയ്യപ്പിന്റെയും കുഞ്ഞേച്ചിയുടെയും മകനായി 1946 ഓഗസ്റ്റ് 30 ജനിച്ചു. ബാല്യകാല നാമം KI പോൾ എന്നായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഫിസിക്സിന് ബിരുദവും കോട്ടയം CMS കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1972 ഏപ്രിൽ 8 പരിമല സെമിനാരിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ യൂഹാനോന്മാർ സേവേറിയോസ് മെത്രാപ്പോലീത്തായിൽ നിന്ന് കോറൂയോ പട്ടം നേടി. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് പൗലോസ് മാർ മിലീതിയോസ് എന്ന പേരിൽ മേൽപ്പട്ടക്കാരനായി. ഓഗസ്റ്റ് മാസം 1-ാം തീയതി കുന്നംകുളം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായി. 2010 നവംബർ 1 പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ബാവ തന്റെ പിൻഗാമിയായി പൗലോസ് മാർ മിലീതിയോസിനെ മലങ്കര സഭയുടെ 8ാം കാതോലിക്കയായി സിംഹാസനാരോഹണം നടത്തി. മലങ്കര സഭയുടെ 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കി പുതിയ ഉയരങ്ങളിലേക്ക് സഭയെ നയിക്കുവാനും യുവത്വം വിടാത്ത പുതിയ ഇടയന്റെ ഊർജ്ജസ്വലതയ്ക്ക് കഴിയുമെന്നും മലങ്കര സഭ മുഴുവൻ പ്രതീക്ഷിച്ചതിൽ അത്ഭുതമില്ല. വിപ്ലവകരമായ ഒരു ചുവടുവെപ്പോടെയാണ് പരിശുദ്ധ ബാവ തിരുമേനി ഭരണം ആരംഭിച്ചത്. 21 വയസ്സ് പൂർത്തിയായ വനിതകൾക്ക് പള്ളി പൊതുയോഗങ്ങളിൽ പൂർണ്ണ പ്രാതിനിധ്യം താൻ നൽകി. പൗരസ്ത്യ കാതോലിക്കറ്റിന്റെ ശതാബ്ദി 2012 നവംബർ മാസം 25-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് വിപുലമായി കൊണ്ടാടുകയും മുഖ്യ അതിഥിയായി വന്ന ടിബറ്റൻ ആത്മീയാചാര്യനായ ദലൈലാമ തന്റെ പ്രസംഗത്തിൽ ബാബ തിരുമേനിയുടെ ഐക്യത്തിന്റെ ശംഖോലിയാണ് മുഴക്കിയത്. പള്ളികളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ദീർഘനാളായി നടന്നിരുന്ന കോടതി വ്യവഹാരങ്ങൾക്ക് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് ബാവായുടെ കാലത്താണ്. മലങ്കര സഭയുടെ 1934 സഭാ ഭരണഘടനയും 2017 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും സഭയെ ശാന്തി തുറമുഖത്തെത്തിക്കുവാൻ തിരുമേനി പ്രയത്നിച്ചു. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്, എല്ലാ കാര്യങ്ങളും നന്നായി വരണമെന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സഭാ തർക്കത്തിലും പുലർത്തുന്നത് അതേ നിലപാടാണ്. ക്രൈസ്തവ ജീവിതം പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. പിറവിയും ഉയർപ്പും എല്ലാം ആ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. രാജ്യത്തെ നിയമത്തിനും കോടതി വിധികൾക്കും വിധേയമാകാൻ തയ്യാറായാൽ തന്നെ പ്രശ്ന പരിഹാരത്തിന് വഴി തെളിയും. ബാബായുടെ ഈ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ നിലപാടിലെ കാർക്കശ്യം വ്യക്തമാണ്. ആരോഗ്യ രംഗത്തെ തന്റെ പ്രവർത്തനങ്ങളും ഒട്ടും ചെറുതല്ല. 1975 തുടങ്ങിയ പരിമലമാർ ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ മധ്യകേരളത്തിലെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഒരു സമുന്നത കേന്ദ്രമാക്കുവാൻ വളരെ പ്രതിസന്ധികളിലൂടെ കടന്ന 200 കോടി രൂപ ചിലവിട്ട് പണി പൂർത്തീകരിച്ചു. 2016 നവംബർ മാസം 23-ാം തീയതി തന്റെ പാവനകരങ്ങളാൽ കൂദാശ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. സഹജീവികളുടെ വേദനയും ദുഃഖവും സ്വന്തം ദുഃഖമായി കണ്ട കഠിന ത്യാഗിയായിരുന്നു തിരുമേനി. നിർധനരെയും രോഗികളെയും താൻ കരുതിയെന്നതിന്റെ തെളിവാണല്ലോ തന്റെ സപ്തതി ആഘോഷങ്ങൾ നടത്തുവാനുള്ള ആലോചനകൾ നിരാകരിച്ചുകൊണ്ട് സ്നേഹസ്പർശം എന്ന നവീന പദ്ധതി താൻ ആരംഭിച്ചത്.
മലങ്കര സഭയിൽ ഉദിച്ചുയർന്ന ഈ പുണ്യാത്മാവ് സഭയ്ക്ക് വിലയേറിയ സംഭാവനകൾ നൽകിക്കൊണ്ട് 2021 ജൂലൈ മാസം 12-ാം തീയതി കത്തൂസന്ധിയിൽ ചേർക്കപ്പെട്ടു. ദേവലോക മരമല ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുനാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് അല്പസമയം നിങ്ങളുമായി ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരുമേനി ബാവാ തിരുമേനിയുടെ ദൈവികതയിലൂന്നിയ മാനവികത എന്നതാണ്. വിശുദ്ധി കൊണ്ടും വിനയം കൊണ്ടും നിറനിലാവപ്പുള്ള മന്ദഹാസം കൊണ്ടും ഹൃദയങ്ങളുടെ ബാവാ തിരുമേനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരുമേനി ബാവാ തിരുമേനിയുടെ സ്നേഹധാര ഇന്നും നിറഞ്ഞു പ്രവഹിക്കുന്നു. നസ്രാണി ഉരുക്കുകോട്ടയായ കുന്നംകുളത്തെ മങ്ങാട് എന്ന ചെറിയ ഗ്രാമത്തിൽ 1946 ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഐപ്പിന്റെയും കുഞ്ഞിന്റെയും മൂന്നാമത്തെ മകനായി ജനിച്ചു. 1973 ജൂൺ 2-ന് വൈദികനായി. 1985 മെയ് 15-ന് അഭിമന്യ പൗലോസ് മാർ മിലിത്യോസ് എന്ന നാമത്തിൽ മെത്രാപ്പോലിത്ത ആയി. 2010 നവംബർ 1-ന് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തിലെ കിഴക്കിന്റെ കാത്തോലിക്കാമാരുടെ ശ്രേണിയിൽ 91-ാമത്തെ കാത്തോലിക്കയായും കാത്തോലിക്കയിൽ മലങ്കരയിൽ സ്ഥാപിച്ചതിനു ശേഷം 8-ാമത്തെ പൗരസ്ത്യ കാത്തോലിക്കയായും 21-ാമത്തെ മലങ്കര മെത്രാപ്പൊലീത്ത ആയും മലങ്കര സഭയെ ഒരു ദശകത്തിലധികം കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് മേയിച്ചു ഭരിച്ച് ആ പുണ്യപിതാവിന്റെ 3-ാം ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. നിലപാടുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച ബാവാ തിരുമേനി സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും നന്നായി വിശകലനം ചെയ്യുവാനും മുൻ അനുഭവങ്ങളുടെയും ചരിത്ര വസ്തുക്കളുടെയും വെളിച്ചത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുവാനും ഈ നിലപാടുകളിൽ പൂർണ്ണ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുവാനും തിരുമേനിക്ക് സാധിച്ചു. അതിലുപരി ദൈവികതയിലൂന്നിയ മാനവികത, മനുഷ്യ സ്നേഹം കൊണ്ടും ആർദ്ര കരുണയും കൊണ്ടും വിസ്മയിപ്പിച്ച പുണ്യപിതാവായിരുന്നു പരിശുദ്ധ പിതാവ്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആ സൗഹൃദ വലയത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക അസാധ്യമാണ്. ദശാബ്ദങ്ങളായി ഈ സൗഹൃദ വലയത്തിൽ സന്തോഷത്തോടെ നിലകൊള്ളുന്ന അനേകരുണ്ട്. ഈ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത ഇദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്നതാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ല എന്ന ദൈവവചനം അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാചാര്യനായിരുന്നു പരിശുദ്ധ പിതാവ്. തന്റെ മുമ്പിൽ വരുന്ന ആരെയും വലിപ്പ ചെറുപ്പമില്ലാതെ സ്നേഹിക്കുവാനും കരുതുവാനും തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. തന്റെ ജീവിതയാത്രയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം പരിചയപ്പെട്ട എല്ലാവർക്കും മനുഷ്യ സ്നേഹം പകർന്നു നൽകുവാനും ഇന്നും അവരുടെ ഉള്ളിൽ കെടാത്ത തീക്കനലായിട്ട് ആ ദൈവസ്നേഹത്തിന്റെ ഓർമ്മകൾ കത്തിജ്വലിക്കുകയും ചെയ്യുന്നു. ബാവാ തിരുമേനിയുടെ സഹായത്താൽ പഠനം പൂർത്തിയാക്കിയ അനേകർ ഇന്നും ആ വലിയ സഹായത്തെ അങ്ങേയറ്റം അനുസ്മരിക്കുന്നു. ശിശുക്കളുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാനും അവരെ അകമറിഞ്ഞ് സ്നേഹിക്കുവാനും തിരുമേനി എപ്പോഴും താല്പര്യപ്പെട്ടിരുന്നു. ജീവനേക്കാൾ ഉപരി മലങ്കര സഭയെ സ്നേഹിച്ചതുപോലെ സഭാ മക്കളെയും ഒരു ഇടയനെ പോലെ സ്നേഹിച്ചു. ആരും അകലം പാലിച്ചിരുന്നില്ല. ഏത് സമയത്തും എന്താവശ്യത്തിനും പോയി സമീപിക്കാൻ കഴിയുന്ന ഒരു ആശ്വാസദാതാവായിരുന്നു പരിശുദ്ധ പിതാവ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്തിയ മനുഷ്യ സ്നേഹിയായിരുന്നു പരിശുദ്ധ പിതാവ്. ഈ പിതാവിന്റെ ജീവിതം ഉത്തമ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു. അശരണരായ അനേകർക്ക് ഭവനം നൽകുവാനും അനേക കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം നൽകുവാനും അനേക പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുവാനും അനാഥാലയങ്ങളെ കരുതുവാനും വിവിധ തരം രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ള സഹായം നൽകുവാനും തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. വ്യവസ്ഥകളില്ലാതെ ഓരോ മനുഷ്യനെയും തന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ഹൃദയവിശാലതയുള്ള മനുഷ്യ സ്നേഹിയായിരുന്നു പരിശുദ്ധ പിതാവ്. ജീവന്റെ കാരുണ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിച്ചിരുന്ന പിതാവിനേക്കാൾ ശക്തനാണ് കബറടങ്ങിയ പിതാവ്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ നല്ല മാതൃക സഭ ആകമാനം വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. നമുക്കും അതിന്റെ ഭാവമാവാം. നമ്മളിലൂടെ നമ്മുടെ ബാവാ തിരുമേനി ജീവിക്കുന്നു. അനേകരിലേക്ക് ജീവന്റെ കാരുണ്യം നൽകുവാൻ നമ്മളിലൂടെ സാധിക്കട്ടെ. ഈ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ വിനീത പ്രണാമം. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ തിരമായ കുന്നംകുളത്തിൽ നിന്നും മലങ്കര സഭയ്ക്ക് ദൈവനിയോഗപ്രകാരം ലഭിച്ച വരദാനമാണ് നമ്മുടെ 8ാമത്തെ കാതോലിക്കയായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ.
മലങ്കര സഭയെയും അതിന്റെ ചരിത്രത്തെയും സ്വയം ശീർഷകത്തെയും എന്റെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുവാനുള്ള ജിജ്ഞാസ വളർത്തിയ മഹിതാചാര്യനായിരുന്നു പരിശുദ്ധ പിതാവ്. ആ പിതാവിന്റെ മൂന്നാം ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ദൈവീകതയിലൂന്നിയ മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. 1946 ഓഗസ്റ്റ് 30 പഴഞ്ഞി, മങ്ങാട്, കൊള്ളന്നൂർ KE ഐപ്പിന്റെ മകനായി ജനിച്ച് 1973 ജൂൺ 2 പരിമല സെമിനാരിയിൽ വെച്ച് കശീഷ പട്ടവും 1982 ഡിസംബർ 28 തിരുവല്ല MGM സ്കൂളിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ വെച്ച് മെത്രാൻ സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് പൗലോസ് മാർ മിലിത്യോസ് എന്ന നാമധേയത്തിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 2006 ഒക്ടോബർ 12 പരിമല സെമിനാരിയിൽ നടന്ന മലങ്കര സുറിയാനി അസോസിയേഷനിൽ വെച്ച് നിയുക്ത കാതോലിക്ക ബാവയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2010 ഒക്ടോബർ 31 മലങ്കര മെത്രാപ്പോലിത്തയായി അതിന്റെ അടുത്ത ദിവസം തന്നെ പരിമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനമേറ്റു. മലങ്കര സഭയുടെ ഭരണ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ സുപ്രധാനമായ ചുവടുവെപ്പുകളുമായാണ് പരിശുദ്ധ പിതാവ് കടന്നു വന്നത്. 21 വയസ്സ് പൂർത്തിയായ വനിതകൾക്ക് പള്ളി പൊതുയോഗങ്ങളിൽ പൂർണ്ണ പ്രാതിനിധ്യം നൽകുകയും പള്ളികളിലെ അൽമായ നേതൃത്വങ്ങളിലേക്ക് സ്ത്രീകൾക്ക് മത്സരിക്കാനും ഭരണ ചുമതല ഏറ്റെടുക്കാനുമുള്ള അവകാശം നടപ്പിലാക്കുകയും ചെയ്തു. തന്റെ മുൻഗാമിയായ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലാതെ പള്ളി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാം എന്ന തീരുമാനം പുനർക്രമീകരിക്കുകയും മാനവികതയുള്ള ഇന്നത്തെ പുരോഗമന കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളിലേക്ക് നമ്മുടെ സഭയെ ചൂടുമാറ്റുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞു. സഭയുടെ പഠിത്ത വീടായ പഴയ സെമിനാരിയിൽ വനിതാ അധ്യാപികമാരെ നിയമിച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവിന്റെ അടുത്ത ചുവടുവെപ്പ്. പിതാവിന്റെ ഈ തീരുമാനം ലിംഗസമത്വം വിളിച്ചോതുന്ന മാനവികത സഭയെ ഉന്നത തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. പരിശുദ്ധ പിതാവിന്റെ ദൈവീകതയിലൂന്നിയ മാനവികതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിമല ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗം. നാനാജാതി മതസ്ഥർക്കും ലോകോത്തര നിലവാരമുള്ള ചികിത്സ ലഭിക്കുവാനുതകുന്ന സജ്ജീകരണങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാവിന്റെ രോഗാവസ്ഥയിൽ ഏറ്റവും ഉന്നത ചികിത്സ ലഭിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ പോകാൻ സഭാ മക്കൾ നിർബന്ധിച്ചപ്പോൾ അവരെയെല്ലാം നിരസിച്ച് തന്റെയും കൂടെ സ്ഥാപനമായ പരിമല ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സ ലഭിച്ചാൽ മതിയെന്ന് ക്ഷണിച്ച പിതാവിനെ നമുക്ക് ദൈവീകതയുള്ള തന്റെ മാനവികതയുടെ ഉദാഹരണമായി കണക്കാക്കാം. കാലഘട്ടത്തിന്റെ ആവശ്യമായ വൈദികരുടെ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കിയതും പരിശുദ്ധ പിതാവിന്റെ നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു. പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ നിലനിർത്തുവാൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ നമ്മുടെ ഇപ്പോഴത്തെ കാതോലിക്ക ബാവ സഹോദരൻ എന്ന കാരുണ്യ പദ്ധതി നടത്തിവരുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷനായ സഭയിലും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പിതാവ് അന്നും ഇന്നും ഇനിയും നമ്മുടെ മാർഗദർശിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. പരിശുദ്ധ പിതാവ് മലങ്കര മക്കൾക്ക് മധ്യസ്ഥനും വഴികാട്ടിയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകർത്താവായി എന്നും നിലകൊള്ളും. തീവ്രമായ യാമപ്രാർത്ഥനകളും പൂർവ്വ പിതാക്കന്മാരോടുള്ള ഭയഭക്തി ബഹുമാനം പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ എന്നും മലങ്കര സഭയുടെ അജപാലഗണത്തിലെ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ വിശ്വാസ സമൂഹത്തിന് കഴിയും. പരിശുദ്ധ പൗലോസ് ലീഹ 2 തീമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന ആപ്തവാക്യം ജീവിതത്തിൽ പൂർത്തീകരിച്ച് നമ്മളിൽ നിന്ന് കടന്നുപോയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ എന്നും മലങ്കര വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ വന്ദനം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, അല്പസമയത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ദൈവികതയിലൂന്നിയ മാനവികത എന്നുള്ളതാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് പഴഞ്ഞിക്കടുത്തുള്ള മങ്ങാട് കൊള്ളനൂർ KE ഐപ്പിന്റെയും കുഞ്ഞീറ്റയുടെയും 2ാമത്തെ മകനായി 1946 ഓഗസ്റ്റ് 30 അദ്ദേഹം ജനിച്ചു. ആദ്യകാല നാമം KI പോൾ എന്നായിരുന്നു. പഴനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഫിസിക്സിൽ BSc ബിരുദവും കോട്ടയം CMS കോളേജിൽ നിന്നും സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടി.
കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലും സിറാമൂർ സർവകലാശാലയിലുമായി വൈദിക പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം 1972 ഷെമാഷനായും 1973 വൈദികനായും സ്ഥാനം സ്വീകരിച്ചു. 1982 പൗലോസ് മാർ മിലിത്യോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പിയായി വാഴിക്കപ്പെട്ട ഇദ്ദേഹത്തെ 1985 പുതുതായി രൂപീകരിക്കപ്പെട്ട കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപ്പോലിത്തയായി നിയമിച്ചു. 2006 ഒക്ടോബർ 12 നിയുക്ത കാതോലിക്ക ബാവയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 4 വർഷത്തിന് ശേഷം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമ കാതോലിക്ക ബാവ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2010 നവംബർ 1 പരിമല സെമിനാരിയിൽ വെച്ച് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ എന്ന പേരിൽ കാതോലിക്ക ബാവയായി വാഴിക്കപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ കുന്നംകുളം പ്രദേശത്ത് നിന്നുള്ള 3ാമത്തെ മെത്രാപ്പൊലീത്തായും പരിശുദ്ധ പരിമല തിരുമേനിക്ക് ശേഷം മെത്രാൻ സ്ഥാനത്തേക്ക് സ്വീകരിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മലങ്കരയിലെ കിഴക്കിലെ 8ാമത്തെ കാതോലിക്ക ബാവയുമായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ. കുട്ടിക്കാലം മുതൽ ആത്മീയ കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു തിരുമേനി. ഇടവക ദേവാലയമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ചയുടെ നാഡീ കേന്ദ്രമായിരുന്നു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങൾ മറ്റാരും അറിയരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനാഥരോടുള്ള പരിശുദ്ധ പിതാവിന്റെ കരുതൽ ആരെയും അമ്പരപ്പിക്കും. സെറിബ്രൽ പാഴ്സി ബാധിച്ച കോഴിക്കോട് സ്വദേശി അനുഗ്രഹിന്റെ സഹപാഠി ബിസ്മയുടെയും സൗഹൃദത്തിന്റെ കഥ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞ തിരുമേനി അവരെ കാണുവാനായി എത്തിയതും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തതും ആ വലിയ ഇടയന് സമൂഹത്തോടുള്ള കരുതലിന്റെ ഉദാഹരണമാണ്. പരിശുദ്ധ ബാവയുടെ നിർദ്ദേശപ്രകാരം സഭയുടെ മാനവശാക്തീകരണ വിഭാഗവും ഐക്യൻ ചാരിറ്റീസും സംയുക്തമായി ചേർന്ന് എല്ലാ വർഷവും ജാതി മത ഭേദമന്യേ 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന 70 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പരിശുദ്ധ ബാവയ്ക്ക് വിദ്യാർത്ഥികളോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അടയാളമാണ്. പരിശുദ്ധ ബാവ തിരുമേനി തന്നെ മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് സ്നേഹസ്പർശം ക്യാൻസർ കെയർ പദ്ധതി. ക്യാൻസർ ബാധിതരുടെ പരിപാലനത്തിനായി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം 100-ൽ പരം ആളുകൾക്കാണ് സഹായം ലഭിക്കുന്നത്. നിർധനരായ നിരവധി ക്യാൻസർ ബാധിതർക്ക് ആശ്വാസമാണ് ഈ പദ്ധതി. ഡയാലിസിസ് ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് പദ്ധതിയായ സഹായഹസ്തത്തിലൂടെ നിർധനരായ നിരവധി രോഗികൾക്ക് ഇന്ന് സഹായമെത്തുന്നു. സാമ്പത്തിക പ്രയാസം നേരിടുന്ന സഭയിലെ വിധവകൾക്ക് പ്രതിമാസം പെൻഷൻ നൽകുകയും കോവിഡ് ബാധിച്ച് മരിച്ച സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഭാംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു പരിശുദ്ധ തിരുമേനി. അനേകരുടെ കണ്ണീരൊപ്പിയ പരിശുദ്ധ കാതോലിക്ക ബാവ അദ്ദേഹത്തിന്റെ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ പ്രതിബിംബമായിരുന്നു. മലങ്കര സഭ എന്ന നാക്കിയെ ദിശ തെറ്റാതെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കപ്പിത്താനായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. വിദ്യാർത്ഥി പ്രസ്ഥാനമായ MCOSസിനെ പരിപോഷിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. 2021 ജൂലൈ 12 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. നന്നായി പഠിക്കണമെന്നും നന്നായി പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയിലൂടെ രഹസ്യാത്മ സ്വഭാവം ഉണ്ടാക്കണമെന്നും തന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ ബാവ വിശ്വാസികൾക്ക് പകർന്നു നൽകി. തിരുമേനിയുടെ വൈദികതയിൽ നിറഞ്ഞ മനുഷ്യസ്നേഹം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകണം. അതിനായി പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുക എന്ന തന്റെ ഗുരുവിന്റെ നിയോഗവുമായി പുറപ്പെട്ട പരിശുദ്ധ മാർത്തോമാ സ്ലീഹായിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ ക്രിസ്തു മാർഗത്തിന്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നതാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. 20-ാം നൂറ്റാണ്ടിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ആത്മീയ ജ്യോതിസുകൾക്കും ആത്മായ പ്രതിഭകൾക്കും ജന്മം നൽകിയിട്ടുണ്ട്. പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും പ്രകാശ ഗോപുരങ്ങളെ പോലെ വർത്തിച്ച സഭാപിതാക്കന്മാരുടെ ജീവധാര തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പ്രവഹിക്കുന്ന ഒന്നാണ്. അവരുടെ ഗണത്തിലേക്ക് സ്വന്തം പ്രകാശവുമായി കടന്നു വന്ന സഭയുടെ പൗരുഷമാണ്
പരിശുദ്ധ മോറോൻ മോർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ദൈവികതയിലൂന്നിയ മാനവികതയാണ് ഇന്ന് എനിക്ക് നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ കിട്ടിയിട്ടുള്ള വിഷയവും. മലങ്കര സഭയെ ഹൃദയത്തോട് ചേർത്തു നിർത്തി അതിരുകളില്ലാത്ത നിർമ്മല ദൈവ സ്നേഹത്തെ ലോകത്തിന് പകർന്നു നൽകിയ മഹിതാചാര്യനായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. എളിയവരുടെ പ്രയാസങ്ങൾക്ക് മുൻപിൽ ആർദ്രതയുടെ കരങ്ങൾ ആവുന്നത്ര നീട്ടിയ ഒരു പിതാവായിരുന്നു അദ്ദേഹം. ആരെയും എപ്പോഴും ആവുന്ന വിധത്തിൽ സഹായിപ്പാനുള്ള വിശാല മനസ്സിനുടമയായിരുന്ന തിരുമേനി നിസ്സഹായരോടും സാധുക്കളോടും എന്നും ഏറെ ദീനാനുകമ്പ കാട്ടിയിരുന്നു. അചഞ്ചലമായ ആത്മധൈര്യം കൊണ്ട് ലളിതമായ ജീവിതം നയിച്ച പരിശുദ്ധ ബാവ തിരുമേനി ദരിദ്രർക്കും രോഗികൾക്കും നിസ്സഹായർക്കും മുൻപിൽ കാരുണ്യ സാഗരമായി കവിഞ്ഞൊഴുകിയ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികളിൽപ്പെട്ട് ഉടരുമ്പോഴും ഈറൻ അണിഞ്ഞിട്ടില്ലാത്ത ആ മിഴികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരാലംബർക്കും മുന്നിൽ അലിഞ്ഞു പോയിരുന്നു. അവരെ ഓർത്ത് അദ്ദേഹം പ്രാർത്ഥനയിൽ കണ്ണുനീരൊഴുക്കി. സ്വദേശമായ കുന്നംകുളത്ത് നിന്നും ക്യാൻസർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സഭാ മക്കളോടും ഇതര മതസ്ഥരോടുമുള്ള തിരുമേനിയുടെ ഇടപെടലുകളും സെറിബ്രൽ പാൾസി ബാധിതനായ അനുഗ്രഹവും ആ കുട്ടിയെ സഹോദരതുല്യം സ്നേഹിച്ച് പരിപാലിച്ച സഹപാഠിയായ ഫാത്തിമ ബിസ്മിയും ബാവ തിരുമേനിയെ കാണുവാനായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കാതോലിക്ക പദവിയും നടപടിക്രമങ്ങളും സ്നേഹപൂർവ്വമുള്ള എല്ലാ വിലക്കുകളും മറന്ന് അദ്ദേഹം അവരിൽ ഒരാളായി മാറിയതും, അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനദാനം ചെയ്യുകയും വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരിൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അവിടുത്തെ നമ്മുടെ വികാരി അച്ഛനിൽ കൂടി വേണ്ടുന്ന ധനസഹായം ലഭ്യമാക്കുകയും ചെയ്തതെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ തന്റെ വലം കൈ ചെയ്യുന്നത് എന്തെന്നോ അത് ഇടം കൈ അറിയരുത് എന്ന തത്വം അദ്ദേഹം അന്യൂനം പാലിച്ചിരുന്നു. എളിയവരോട് ചേർന്ന് നിൽക്കുവാനും എളിയവരെ ചേർത്ത് നിർത്തുവാനും എപ്പോഴും ശ്രദ്ധിച്ച പരിശുദ്ധ ബാവ തിരുമേനി അത്യുന്നതമായ സ്ഥാനം അലങ്കരിച്ചപ്പോഴും സാധുക്കളോടുള്ള തന്റെ ഐക്യത നിലനിർത്തി. വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലമുണ്ടാവരുത് എന്നതായിരുന്നു ആ ജീവിതത്തിന്റെ സന്ദേശം. മാനവ സേവനം ഔദാര്യമല്ലെന്നും അത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണെന്നും പരിശുദ്ധ പിതാവ് നമ്മെ ആവർത്തിച്ചു പഠിപ്പിച്ചിരുന്നു. സാക്ഷ്യം എല്ലായ്പ്പോഴും ഫലദായകമാണ്. അനുദിന ജീവിതത്തിലോ പീഡനത്തിന്റെയോ പ്രതിസന്ധിയുടെയോ മരണത്തിന്റെയോ മുൻപിൽ ഒരാൾ നൽകുന്ന സാക്ഷ്യം ഒരിക്കലും വിഫലമാകില്ല. ശാന്തവും പ്രൗഢഗംഭീരമായ ജീവിത സാഹചര്യങ്ങളിലും വ്യവഹാരങ്ങളുടെയും ഭരണ സമ്മർദ്ദങ്ങളുടെയും പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴും മാരകമായ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോഴും അചഞ്ചലമായ ആത്മധൈര്യവും ദൈവസ്നേഹവും മുറുകെ പിടിച്ച് അന്തർലീനമായ ലാളിത്യത്തോടെ സർവവും നിവർത്തിയായി എന്ന് പറഞ്ഞ് കടന്നുപോയ പരിശുദ്ധ ബാവ തിരുമേനിയുടെ ധന്യ ജീവിതം ഉത്തമ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ്. മലങ്കര നസ്രാണി പൈതൃകത്തിന്റെ അത്യാത്മ പൗരുഷം തുളുമ്പുന്ന മഹാശോഭയോടെ മലയാള നാടിന്റെ മനം നിറഞ്ഞുവാണ് പരിശുദ്ധ മോറോൻ മോർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ കർമ്മപാത തുടരുവാൻ മലങ്കര സഭയുടെ മക്കളായ നാം ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ദൈവികതയിലൂന്നിയ മാനവികത എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും സകലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കുമെന്ന് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ബുദ്ധിമാനായും ജ്ഞാനിയായും സഭാസ്നേഹിയായും ദൈവസ്നേഹിയായും ജീവിച്ച് മലങ്കര സഭയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മഹിതാചാര്യനായിരുന്നു പരിശുദ്ധനായ പൗലോസ് ദ്വിതീയൻ ബാവ. അദ്ദേഹം സമൂഹത്തിൽ ആദരിക്കപ്പെട്ടത് സ്ഥാനമഹിമ കൊണ്ട് മാത്രമല്ല, മറിച്ച് ലാളിത്യവും കരുണയും നിറഞ്ഞ ഇടയനെന്ന അതുല്യ വ്യക്തി പ്രഭാവം കൊണ്ടുകൂടിയാണ്. പരിശുദ്ധ പിതാവിന്റെ ദൈവികതയിലൂന്നിയ മാനവികതാ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം.
പരിശുദ്ധ പിതാവിന്റെ കരുതലിന്റെ ഏറ്റവും വലിയ സ്വപ്നം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പരുമൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച സ്നേഹസ്പർശം പദ്ധതിയാണ്. ജാതിമത ഭേദമന്യേ നിർധനരായ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന ഒരു ബൃഹത് പദ്ധതിയായി വളർത്തുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ഗായിക ശ്രീമതി KS ചിത്രയുടെയും വ്യവസായി പത്മശ്രീ MA യൂസഫലിയുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയത് ഈ പദ്ധതി സമൂഹത്തിലേക്ക് വ്യാപിക്കണം എന്ന ചിന്തയിലായിരുന്നു. സെർബിൾ പാൾസി ബാധിച്ച അനുഗ്രഹ എന്ന ബാലനെയും അവനെ കൂടപ്പിറപ്പിനെ പോലെ കരുതിയ ഫാത്തിമ എന്ന ബാലികയെയും പിതൃസഹജമായ സ്നേഹവാത്സല്യത്തോടെ ദൈവലോകം അരമനയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിലൂടെ ആ ഹൃദയത്തിന്റെ അതിരില്ലാത്ത മനുഷ്യ സ്നേഹം കേരള സമൂഹം കണ്ടതാണ്. നമ്മുടെ നാട് ദുരിതത്തിലായ പ്രളയകാലത്ത് സാമ്പത്തികമായ മറ്റു വിധത്തിലും നമ്മുടെ സഭ നൽകിയ കൈത്താങ്ങലുകൾ, അദ്ദേഹം നേതൃത്വം നൽകി നിർമ്മിച്ചു നൽകിയ ഭവനങ്ങൾ, ഇതെല്ലാം ആ ഹൃദയത്തിന്റെ കനിവിന്റെ തണലിടങ്ങളായി നിലകൊള്ളുന്നു. വ്യവസ്ഥകളില്ലാതെ കരുണ ചെയ്യാനാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചത്. നിർധന കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ അതിവേഗം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. കർഷകരുടെ ഉന്നമനത്തിനും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ തിരുമേനി സഭാവക പുരയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാനും ആഹ്വാനം ചെയ്തു. ബാവായുടെ നിർദ്ദേശപ്രകാരം സഭയുടെ മാനവ ശക്തീകരണ വിഭാഗവും ഐക്കൺ ചാരിറ്റീസും സംയുക്തമായി ചേർന്ന് എല്ലാ വർഷവും 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന 70 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പരിശുദ്ധ ബാവ തിരുമേനിക്ക് വിദ്യാർത്ഥികളോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അടയാളമാണ്. കൊല്ലം നല്ലിലയിൽ ആശുപത്രിയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത റോജി റോയ് എന്ന പെൺകുട്ടിയുടെ ബധിരരും മൂകരുമായ മാതാപിതാക്കളുടെ ആജീവനാന്ത സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഐക്കൺ ചാരിറ്റീസിന്റെ സഹായത്തോടെ ബാങ്കിൽ 16 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം നടത്തിയതും പരിശുദ്ധ ബാവായുടെ നിർദ്ദേശപ്രകാരമാണ്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന സഭയിലെ വിധവകൾക്ക് പ്രതിമാസ പെൻഷൻ രൂപ നൽകുവാനും കോവിഡ് ബാധിച്ച മരിച്ച സഭാംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. കുടുംബസ്വത്തായി കുന്നംകുളത്തു നിന്ന് ലഭിച്ച 3 ഏക്കർ ഭൂമി അദ്ദേഹം സാധുക്കൾക്കായി നൽകി. അദ്ദേഹം അനാഥ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനായിരുന്നു. വടക്കാഞ്ചേരി മഞ്ഞപ്ര മാർ ബസേലിയോസ് ചിൽഡ്രൻ ഹോമുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അനാഥാലയത്തിലേക്ക് വരുമ്പോൾ സമ്മാന പൊതികളും മധുരപലഹാരങ്ങളും അദ്ദേഹം എന്നും കരുതിയിരുന്നു. 4 പ്രാവശ്യമാണ് തന്റെ ജന്മദിനം അദ്ദേഹം ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആഘോഷിച്ചത്. ഇവിടെയുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുകയും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുകയും പെൺകുട്ടികളെ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധ നൽകി. പുതുതലമുറകൾക്കും കുടുംബങ്ങൾക്കും വഴികാട്ടിയായി പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിനെതിരെയും സൈബർ യുഗത്തിലെ അക്രമാസക്തിക്കെതിരെയും അദ്ദേഹം വിരൽ ചൂണ്ടി. ദുഃഖവെള്ളിയാഴ്ചകളിലെ സൈബർ ഫാസ്റ്റ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. എല്ലാ മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മനോഭാവം അദ്ദേഹം വളർത്തിയെടുത്തു. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനും അവരെ കൂടെ ചേർത്ത് നിർത്തുവാനും ദൈവസ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അതെ, അദ്ദേഹം തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല എന്ന ദൈവവചനം അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. നേട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കൊണ്ടല്ല ഒരു മനുഷ്യനും വലിയവനാകുന്നതും ഓർമ്മിക്കപ്പെടുന്നതും, മറിച്ച് നന്മകളുടെ പേരിൽ അനേകരുടെ ഹൃദയത്തിൽ എഴുതപ്പെടുന്നത് കൊണ്ട് കൂടിയാണ്. തൻ്റെ നന്മകളാൽ, നിലപാടുകളാൽ, സ്നേഹത്താൽ മലങ്കര സഭാമക്കളുടെ ഹൃദയത്തിൽ അതുല്യസ്ഥാനം നേടിയ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം സഭയ്ക്ക് മാർഗമാകട്ടെ. മലങ്കര സഭാഭാസുരനായ മർത്തോമാ ശ്ലീഹായുടെയും ആപത്ഘട്ടങ്ങളിൽ അടിപതറാതെ കർമ്മകുശലതയോടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ അർക്കദിയോക്കാന്മാരുടെയും മർത്തോമാ നാമധാരികളായ മഹാപിതാക്കന്മാരുടെയും ആത്മീയ പൗരുഷത്വത്തിൻ്റെ അനശ്വര ചൈതന്യം ആവാഹിച്ചിട്ടുള്ള പരിശുദ്ധ പിതാവ് മലങ്കര സഭയുടെ നിത്യഭാസുരനായി നിലകൊള്ളട്ടെ. ഒളിമങ്ങാതെ നിലകൊള്ളുന്ന പുണ്യപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ത്രിയേകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സഭയിലെ അഭൗമ തേജസ്സായി വിശ്വാസ തീവ്രതയിലും പരിശുദ്ധാത്മാ നഗരത്തിലും 11 സംവത്സരങ്ങൾ സഭയെ നയിച്ച കർമ്മയോഗിയായ പുണ്യാത്മാവ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ. നിഷ്കളങ്കതയും നർമ്മല്യവും ശാലസുപഞ്ചരിയും ഹൃദയാകാശങ്ങളെ കീഴടക്കിയ ബാവായുടെ അടയാളപ്പെടുത്തലുകളാണ് ദൈവികതയിലൂന്നിയ മാനവികത
എന്ന പ്രസംഗ വിഷയം. ദൈവികതയിലൂന്നിയ മാനവികത. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തുന്നതാണ് ദൈവികത. ആ ദൈവികതയുടെ പ്രസരണങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് തിരികെ നൽകുമ്പോൾ അത് മാനവികതയായി മാറുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ വേദനകൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ അവയെല്ലാം നമുക്കൊരു വിഷയമാകുമ്പോൾ, അല്ലെങ്കിൽ അവ നമ്മെ ധാരാളമായി അലട്ടുമ്പോൾ ആത്മീയത ജന്യമായി മാറുന്നു. അവരെയും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും തിരികെ കൊണ്ടുവരുമ്പോൾ അതൊരു സുവിശേഷ പ്രവർത്തനമായി മാറുന്നു. ഈ സത്യം തികഞ്ഞ ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കിയ മഹാനുഭാവനാണ് പരിശുദ്ധ പൗലോസ് കാതോലിക്ക ബാവ. 2010 നവംബർ 1 പരുമലപ്പള്ളിയിൽ വെച്ച് കാതോലിക്കയെ സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ സഭയുടെ കെട്ടുറപ്പിനും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. ക്രിസ്തുവിന സഭ ഗാന്ധിജിയുടെ നാട്ടിൽ കലഹങ്ങൾ സൃഷ്ടിക്കുന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. കലഹത്തിന്റെ സന്ദേശങ്ങൾ പരത്തുവാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വ്യക്തിബന്ധങ്ങൾക്കപ്പുറം സാമൂഹിക പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ഊന്നൽ കൊടുത്തു. സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങളും വെല്ലുവിളികളും അത് സഭയുടെ പ്രശ്നങ്ങളായും വെല്ലുവിളികളായും അദ്ദേഹം കരുതി. അധാർമികത, അഴിമതി, സ്നേഹത്തിന്റെ വരൾച്ച, കുടുംബ ബന്ധത്തിന്റെ തകർച്ച ഇവയെല്ലാം മാനവിക വിഷയമാക്കി അദ്ദേഹം കൈക്കൊണ്ടു. എളിമയും വാത്സല്യവും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഒരിക്കൽ വടക്കൻ പ്രദേശത്തെ പള്ളിയിൽ നിന്ന് ദേവലോകത്തേക്ക് വന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കുട്ടികളെ ബാബാതിരുമേനി നേരിട്ട് വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. സാഹിത്യകാരന്മാരും കലാകാരന്മാരുമെല്ലാം ബാബയുടെ ആത്മമിത്രങ്ങളായിരുന്നു. മലയാളത്തിന്റെ പ്രശസ്ത ഗായിക KS ചിത്ര ബാബയെ പറ്റി പറയുന്ന വാക്കുകളും ഗാനങ്ങളിലുമെല്ലാം അതിന്റെ അനുരണനങ്ങളുണ്ട്. കുന്നംകുളത്തെ താജിലറ്റ കൊച്ചു ഗ്രാമത്തിന്റെ വിശുദ്ധിയും സ്നേഹവും മറ്റുള്ള മനുഷ്യരിലും കണ്ടെത്തുവാൻ ഒരുപെട്ട ആ ശ്രേഷ്ഠ ഗുരുവിന്റെ പ്രസംഗത്തിലും പഠിപ്പിക്കലുമെല്ലാം അത് പ്രകടമായിരുന്നു. കാലചക്ര വിഭ്രമത്തിൽ മനുഷ്യൻ മാഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ ഒരു ആശ്രയം. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു പരുമല ക്യാൻസർ സെന്റർ. അതേ രോഗബാധിതനായി അതേ ആശുപത്രിയിൽ തന്നെ കാലം ചെയ്യുക എന്നതായിരുന്നു ബാബയുടെ ദൈവികത. ദൈവികതയെ മാനവികതയിലേക്ക് നയിച്ചുകൊണ്ട് മനുഷ്യശക്തിയിൽ വിശ്വസിച്ച ആ ആത്മീയ ഗുരുവിന്റെ പാവൻ സ്മരണയ്ക്ക് മുമ്പിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു ലഘുപ്രസംഗം ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വിധികർത്താക്കളെ, സ്നേഹിതരെ, ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നിങ്ങളിൽ സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം വർദ്ധിച്ചു വരണം. നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ ഉറച്ചിരിക്കണം. കർത്താവിന്റെ സുവിശേഷ സന്ദേശം ജീവിതത്തിൽ പാലിക്കണം. നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ കോഹരിക്കാരാകുവാനും അവനോട് ചേർന്ന് വളരുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം അത്യന്തം ശ്രേഷ്ഠമെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ കാതോലിക്ക ബാവയുടെ അന്ത്യകൽപ്പനയിലെ ശ്രേഷ്ഠമായ പ്രബോധനമാണിത്. അതെ, മുനിയുടെ മൗനവും മൗനത്തിന്റെ ഗാംഭീര്യവും, ഋഷിയുടെ ഋതവും ഋതത്തിന്റെ കാന്തിയും, താപസന്റെ തപവും തപത്തിന്റെ ശക്തിയും, വൈദികന്റെ വേദവും വേദത്തിന്റെ വെളിച്ചവും സമന്വയിക്കപ്പെട്ട മലങ്കരി ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 8ാം കാതോലിക്ക മോറന്മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ കാതോലിക്ക ബാവ മലങ്കര സഭയുടെ സമകാലീന ചരിത്രത്തെ തന്റെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച ഈ പരിശുദ്ധ പിതാവ് ശ്രദ്ധേയനാകുന്നത് തന്റെ ദൈവികതയിലൂന്നിയ മാനവിക ദർശനങ്ങളിലൂടെയാണ്. ഉത്തമ ക്രൈസ്തവ സാക്ഷിയായി ജീവിച്ച് ആ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ചുറ്റുപാടുകളെ നിർമ്മലീകരിച്ച പരിശുദ്ധ പിതാവ് തന്റെ ജീവിതത്തിലുടനീളം ഉദാത്തമായ ദൈവികതയും മാനവിക ദർശനങ്ങളെയും മുറുകെ പിടിച്ചിരുന്നു. കുന്നുംകുളം മങ്ങാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ കൊള്ളന്നൂർ കുടുംബത്തിൽ ജനിച്ച
KI പോളിനെ പരിശുദ്ധ മാർ തോമസ് ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിലേക്ക് ദൈവം വിളിച്ചടിപ്പിച്ചപ്പോൾ ആന്തരവും ബാഹ്യവുമായ കലുഷിതകളെ കടന്ന് മോചനത്തിന്റെ പ്രകാശ തീരത്തെ പ്രാപിക്കുവാനുള്ള പരിശുദ്ധ സഭയുടെ പ്രയാണത്തിന് നേതൃത്വം നൽകുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ പുണ്യപുരുഷനിൽ ഭരമേൽപ്പിക്കപ്പെട്ടത്. ആത്മീകത പ്രകടനമല്ല എന്ന ഉത്തമ ബോധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കളങ്കമില്ലാത്ത പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഓർത്തഡോക്സ് വിശ്വാസത്തെ ആചരിച്ച് വ്യവഹാരരഹിത കാലത്തിലേക്ക് മോശയെ പോലെ ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭയെ നയിച്ചു. നന്നായി പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയ്ക്ക് രഹസ്യാത്മക സ്വഭാവം ഉണ്ടാകണമെന്നും തന്റെ ജീവിതം കൊണ്ട് ഈ പരിശുദ്ധ പിതാവ് അനുദിനം തന്റെ ജനത്തോട് സംവദിച്ചു കൊണ്ടിരുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ എന്ന ഉപനിഷത്തിലെ പ്രാർത്ഥനാ മന്ത്രം പോലെയായിരുന്നു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവായുടെ ദൈവികതയും മാനവിക ദർശനങ്ങളും. കാരണം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും തന്റെ സഭയെയും സഭാമക്കളെയും നയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ദർശനങ്ങളും എല്ലാം. നിലപാടുകളുടെ കൃത്യതയാണ് ജീവിതത്തിന്റെ ആധികാരികതയെന്ന് തിരിച്ചറിഞ്ഞ ഈ പരിശുദ്ധ പിതാവ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തന്റെ സഭയെ നയിച്ചു. ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ധർമ്മസമരപാതയിൽ ഉയർന്നു വന്ന നിർമ്മിത സന്ദേഹങ്ങളെ ദൂരീകരിക്കുകയും നേര് നിരങ്ങിയേ വരികയുള്ളൂ എന്ന സാധാരണക്കാരന്റെ ശബ്ദത്തിൽ പൊതുസമൂഹത്തിന്റെ സംശയങ്ങളോടും സത്യവിശ്വാസികളുടെ ആത്മസംഘർഷങ്ങളോടും ഇരമ്യ പ്രവാചകനെ പോലെ മലങ്കര സഭയുടെ ഈ മഹിതാചാര്യൻ സംവദിക്കുകയും ചെയ്തു. നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കുന്ന അവിഹിത രാഷ്ട്രീയ ബന്ധവങ്ങളെയും അപ്പോസ്തോലിക പൈതൃകത്തെയും കൗദാശിക നൽവരങ്ങളെയും അപഹസിക്കുന്ന അധിനിവേശ മൗഢ്യത്തെയും ഈ പരിശുദ്ധ പിതാവ് കർശനമായി തന്നെ വിമർശിച്ചു. ഇനി വരുന്നൊരു തലമുറ വ്യവഹാരത്തിന്റെ തീവ്രവേദനയെ അനുഭവിക്കരുതെന്നുള്ള കാഴ്ചപ്പാടുകളിൽ താൻ കടന്നുപോയ കുരിശനുഭവങ്ങളെയെല്ലാം ശാശ്വത സമാധാനത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് പരിശുദ്ധ പിതാവ് നിദാനമാക്കി തീർത്തു. മരണത്തിൽ നിന്നും ജീവനിലേക്കും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും തന്റെ സഭാമക്കളെ നയിക്കുവാൻ ഈ ലോക ജീവിതത്തെ പരലോകവാസത്തിനുള്ള ഒരുക്ക കാലഘട്ടമാക്കി തീർക്കുവാൻ ജീവിതങ്ങളെ സുഹൃത നടപടികളാൽ ശുദ്ധീകരിക്കണമെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചു. നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അശരണർക്കും അഗതികൾക്കുമായി പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. പരിമല സെന്റ് ഗ്രിഗോറിയോസ് ക്യാൻസർ സെന്ററും സ്നേഹസ്പർശം പദ്ധതിയും ഒക്കെ അതിന് ഇന്നും ജീവിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ്. ആഹാബിനൊരു വിസ്മയമായിരുന്ന എലിയാവിനെ പോലെ, ഹെരോദാവിനൊരു ഭയമായിരുന്ന യോഹന്നാനെ പോലെ, ഫെലിക്സിനും അഗ്രപ്പാവിനും ഒരു ആകർഷണമായിരുന്ന പരിശുദ്ധനായ പൗലോസ് ലീഹായെ പോലെ മലങ്കര സഭയെ നിർമ്മമമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർഭയമായി നയിക്കുവാൻ തന്റെ മാനവിക ദർശനങ്ങളിലൂടെ ആ പരിശുദ്ധ പിതാവിന് സാധിച്ചു. അഗ്നിമയന്മാരും ആത്മീയരുമായ കൂട്ടങ്ങൾക്കും ഗണങ്ങൾക്കും മറവായിരിക്കുന്ന ജീവപ്രദമായ ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഇഹലോകത്തിൽ നിന്ന് പ്രകാശഭവനത്തിലേക്ക് യാത്രയായ ആ പരിശുദ്ധ പിതാവിന്റെ ദൈവികതയിലൂന്നിയ മാനവിക ദർശനങ്ങൾ നമ്മുടെ സഭാ ജീവിതത്തിനും അഗതികളോടുള്ള ഇടപെടലിനും സഹോദരനോടുള്ള കരുതലിനും കാവലും കോട്ടയുമായിരിക്കട്ടെ. പരിശുദ്ധ പിതാവിന്റെ പാവന മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഈ വർഷം നാം 3-ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ജീവിതം ഈ ദൈവവാക്യം പോലെ തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നാളെ കുറിച്ചോർത്ത് തിരുമേനി ഒരിക്കലും വ്യാകുലപ്പെട്ടിട്ടില്ല. ഇത്രത്തോളം മുൻപോട്ട് നയിച്ച ദൈവം നാളെയും മുൻപോട്ട് നയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. മാനവികതയ്ക്കും ദൈവികതയ്ക്കും ജീവിതത്തിൽ തുല്യ പ്രാധാന്യം നൽകി. ദൈവികതയിലൂന്നിയ മാനവികത എന്ന സന്ദേശം തിരുമേനി സ്വന്തം ജീവിതത്തിലൂടെ സഭാമക്കൾക്ക് വരച്ചു കാണിച്ചു. സഭാ പരമാധ്യക്ഷ സ്ഥാനത്തിലേക്ക് എത്തിയ തിരുമേനി നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം കാരുണ്യ സ്പർശമുള്ളവയായിരുന്നു. ക്യാൻസർ രോഗത്താൽ ഒട്ടനേകം പേർ ഇന്ന് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുമേനി ക്യാൻസർ രോഗത്താൽ കഷ്ടം അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു കൈത്താങ്ങേകുവാനായി ശ്രമിച്ചു. സ്നേഹസ്പർശം എന്ന പദ്ധതിയിലൂടെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകി. 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് പരിമലയിൽ ക്യാൻസർ സെന്ററിന് തുടക്കമിട്ടു. നിർധനരായ രോഗികളായ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി.
വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം പേർക്ക് തണലൊരുക്കി. സഭാ തർക്കങ്ങൾ അതിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്ന സമയമായിരുന്നു തിരുമേനിയുടെ ഭരണസമയം. ആ കാലത്ത് സഭയിൽ സമാധാനം നിലകൊള്ളണമെന്ന് തിരുമേനി ആഗ്രഹിച്ചു. ഒരേ രക്തത്തിലുള്ള ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ നാം എല്ലാവരും. നാം തമ്മിൽ ഒരിക്കലും ചേരിതിരിഞ്ഞു പോകുവാൻ പാടില്ല എന്ന് തിരുമേനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സമാധാനം നിലകൊള്ളുവാൻ വേണ്ടി തിരുമേനി കഠിനമായി പ്രയത്നിച്ചു. എപ്പോൾ കണ്ടാലും തിരുമേനിയുടെ മുഖത്ത് ഒരു നിറപുഞ്ചിരി ഉണ്ടാകുമായിരുന്നു. മാനവികതയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നാം മറ്റൊരു മനുഷ്യന് നൽകുന്ന സന്തോഷം എന്നുള്ളത്. തിരുമേനിയുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നത് എപ്പോഴും കാണുന്ന വ്യക്തികൾക്ക് ഒരു സന്തോഷം ഉളവാക്കിക്കൊണ്ടേയിരുന്നു. നമ്മൾ എന്ത് ദുഃഖത്തിലായിരുന്നാലും ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി നമ്മോടൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചാൽ ഒരല്പ നിമിഷത്തേക്കെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ ഒന്ന് മാറി നിൽക്കും. തിരുമേനിക്ക് എപ്പോഴും അതിന് സാധിച്ചിരുന്നു. എന്തൊക്കെ അനാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും, എന്തൊക്കെ സങ്കടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയാലും ഒരു നിറപുഞ്ചിരി തിരുമേനിയുടെ മുഖത്ത് ഉണ്ടാകുമായിരുന്നു. ദൈവത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യർക്ക് സന്തോഷം നൽകാനായി തിരുമേനി ശ്രമിച്ചിരുന്നു. തിരുമേനി നടപ്പാക്കിയ ഒട്ടനേകം പദ്ധതികളിലൂടെ ഒട്ടനേകം പേർക്ക്, സഭയിലെയും നാനാജാതി മതസ്ഥരുമായുള്ളവർക്ക് ജീവിതത്തിൽ പൊതുജീവൻ ലഭിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുപോകാനായി തിരുമേനി ശ്രമിച്ചു. നമുക്ക് തിരുമേനിയെ പോലെ ആകാൻ കഴിയണമെന്നില്ല. തിരുമേനിയെ പോലെ വലിയ പദ്ധതികളും ധനസഹായവും ഒന്നും ചെയ്യാൻ സാധിക്കുമെന്നില്ല. കാരണം നാം എല്ലാവരും സഭയിലെ അംഗങ്ങൾ മാത്രമാണ്. നമുക്ക് ചിലർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വന്നേക്കാം. സാധിക്കുന്നവർക്ക് ധനസഹായത്തിലൂടെയും കൈത്താങ്ങുകളേകി സാധാരണക്കാരനെ സഹായിക്കുവാനായി സാധിക്കണം. ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നാം ഓരോരുത്തർക്കും തിരുമേനിയെ പോലെയായി മറ്റൊരുവന് നൽകാനായി സാധിക്കും. നാം ഒരു പരിചയമില്ലെങ്കിൽ കൂടെ ഒരു വ്യക്തിയെ കണ്ടാൽ ആദ്യമേ നാം അവരെ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക. ഒരു പുഞ്ചിരിയിലൂടെ നമുക്ക് ഒരുപാട് നന്മ പകരാനായി സാധിക്കും. തിരുമേനിയിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പാഠമാണ് പുഞ്ചിരി എന്നുള്ളത്. തിരുമേനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഈ പുഞ്ചിരി തന്നെ ആയിരുന്നു. ഇന്ന് ഞാൻ ജീവിച്ചാൽ ജീവിച്ചു, ഇന്ന് ഞാൻ മരിച്ചാൽ മരിച്ചു, നാളെ മറ്റൊരാൾ കാതോലിക്കയായി വരും, സഭയ്ക്ക് അനാഥത്വം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ തിരുമേനി പറയുമായിരുന്നു. സഭയെ നാളെ മുൻപോട്ട് നയിക്കാൻ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വരും, സഭയിൽ അനാഥത്വം ഉണ്ടാവുകയില്ല, സഭയെ നയിക്കാൻ ദൈവം എപ്പോഴും ഒരു കരുത്ത് കൊണ്ട് നടക്കും എന്ന് വിശ്വസിച്ചിരുന്നു. 11 വർഷത്തിലധികം ഓർത്തഡോക്സ് സഭയെ നയിച്ച ആത്മീയ ജീവിതം, ആത്മീയ പുഞ്ചിരി, നിറപുഞ്ചിരിയിലൂടെ, നിഷ്കളങ്കമായ പുഞ്ചിരിയിലൂടെ പകർന്നു നൽകിയ ശ്രേഷ്ഠ ഇടയൻ തിരുമേനി 2021 ജൂലൈ 12 വിടവാങ്ങുമ്പോൾ ജാതിമത ഭേദമന്യേ ആബാലവൃത്തം ജനങ്ങൾക്ക് സങ്കടമുളവാക്കി. തിരുമേനിയുടെ മാനവികത നിറഞ്ഞ പ്രവൃത്തികൾ തന്നെയാണല്ലോ ഇതിന് കാരണമായത്. തിരുമേനിയുടെ ജീവിതം ഒരു പാഠമാക്കിക്കൊണ്ട് നമുക്ക് നന്മയേകി ഈ ലോകത്തിനൊരു മാതൃക കാണിച്ച ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്നേഹവും പുഞ്ചിരിയും മാനവികതയും ആത്മീയതയും ഒരുപോലെ ഈ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടും നാളെ ഒരു മാതൃകയായി തീരാനായി സാധിക്കണം. ദൈവം നാം എല്ലാവരെയും അതിന് യോഗ്യരായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. വന്ദികരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം സംഘടിച്ചിരിക്കുന്നത് ദൈവികതയിൽ ഊന്നിയ മാനവികതയുടെ പ്രതീകമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പ്രതിഫലനമായിരുന്നു ദിദിയൻ ബാവയുടെ ജീവിതം. ദരിദ്രരെയും അനാഥരെയും പരിപാലിക്കുന്നതിലും അദ്ദേഹത്തിന് തന്റെ ജീവിതം സമർപ്പിച്ചു. അവരുടെ ദുരിതങ്ങളിലും അദ്ദേഹം പങ്കുചേർന്നു. അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നെന്ന് ദിദിയൻ ബാവ വിശ്വസിച്ചിരുന്നു. ജാതി, മതം, വർഗം എന്നിവയ്ക്കപ്പുറം എല്ലാവരെയും അദ്ദേഹം സ്നേഹത്തോടും അനുകമ്പയോടും സമർപ്പിച്ചു. ദിദിയൻ ബാവയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇവയാണ്. ദൈവ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്നും ദൈവത്തിന്റെ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്നും നാം ഓർക്കണം. നാം നമ്മുടെ സ്നേഹവും അനുകമ്പയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. ദരിദ്രരെയും അനാഥരെയും പരിപാലിക്കുക. ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചതും മറ്റുള്ളവരെ സഹായിക്കാനാണ്. ദരിദ്രരെയും അനാഥരെയും പരിപാലിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കും. എല്ലാവരെയും സ്നേഹത്തോടെ അനുകമ്പയോടെ സമീപിക്കുക.
നമ്മുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ എല്ലാവരെയും സ്നേഹത്തോടെ അനുകമ്പയോട് സമീപിക്കാൻ നാം ശ്രമിക്കണം. ദിദിയൻ ബാബയുടെ ജീവിതം നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പ വഴി നമുക്ക് അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരാൻ സാധിക്കാം. പരിശുദ്ധ ബെസേലിയോസ് ബാബ ദൈവികതയിൽ നിറഞ്ഞ ഒരു മനുഷ്യ സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശ്വാസവും മനുഷ്യത്വവും കൈകോർത്ത് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബാബയുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നു. ദൈവ സ്നേഹമാണ് എന്ന നമ്മുടെ ആശയം അദ്ദേഹം എല്ലായ്പ്പോഴും മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്കൊരു വലിയ പ്രചോദനമാണ്. ദൈവികതയുടെയും മാനവികതയുടെയും എങ്ങനെ കൈകോർത്തു നിൽക്കുന്നുവെന്നും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതൃക നമുക്ക് പിന്തുടരാം. ഇത്രയും പറയാൻ ദൈവം തന്നെ സഹായിച്ചതിന് നന്ദി. നമസ്കാരം.